യു സ്റ്റാൻഡ് അപ്പ്. താൻ തന്നെ. എന്താ അവിടെ? ഒന്നുമില്ല ടീച്ചറെ. ഒന്നുമില്ലാഞ്ഞിട്ടാണോ താനിരുന്ന് പൊട്ടിച്ചിരിക്കുന്നത്? പിന്നെ ടീച്ചറെ ചുമ്മാതെ ഞാനിങ്ങനെ എല്ലാരെയും ചിരിപ്പിക്കാൻ താനെന്താ ആസ്ഥാന വിഭൂഷകയോ? സൈലൻസ്. ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വാടോ. എടോ തന്നെ തന്നെ എങ്ങോട്ട് വാ. താൻ BSc മാത്സ് മെയിൻകാരിയല്ലേ? ആ 12 പട്ടിക ഒന്ന് ചൊല്ലിക്കേ. 12ന്റെ പട്ടിക ഒന്ന് ചൊല്ലിക്കേന്ന്. 12 1 12 12 2 12 12 12 അല്ല 12 2 23 12 3 10. ദേ അധികം ഓവർ സ്മാർട്ട് ആകാൻ നോക്കണ്ട. തനിക്ക് എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ താൻ ഇരിക്കണ്ട. താൻ ഇരുന്നിട്ട് മറ്റുള്ളവരെയും കൂടെ ശല്യപ്പെടുന്ന എന്തിനാ? പെണ്ണുങ്ങളായാലേ കുറച്ച് അച്ചടക്കോ ഒതുക്കോ വേണം. ഇനി തൊട്ട് താൻ എന്റെ ക്ലാസ്സിലേക്ക് കയറണ്ട. പൊയ്ക്കോ. ആ പോ. ഞാനൊന്നും ചെയ്തില്ല. താനൊന്നും ചെയ്യണ്ട. ക്ലാസ്സിന് പുറത്തു പോയി നിന്നാ മതി. പൊയ്ക്കോ. പോ. കേറണ്ട. പൊയ്ക്കോ. മറ്റുള്ളവരെയും കൂടെ ശല്യപ്പെടുത്തും. കരയല്ലേ? എന്തിനിങ്ങനെ രവിയേട്ടാ? എന്റെ സൈറ, നിന്റെ ചുണയും ചുറുചുറുക്കൊക്കെ എവിടെ പോയി? ഇങ്ങനെയായ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് നീ കളയണം. ഫിലോസഫിയും പറഞ്ഞോണ്ട് ക്ലാസ്സിൽ കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ടീച്ചർ സൈറയെ വഴക്ക് പറഞ്ഞത് സൈറയെ മാനസികമായിട്ട് വേദനിപ്പിച്ചു അല്ലേ? എനിക്ക് ടീച്ചർ പറഞ്ഞാലും നല്ല വേദന. വാപ്പ അറിഞ്ഞ എന്നെ തല്ലിക്കൊല്ലും. വാപ്പ എങ്ങനെ അറിയാൻ പോണ? വാപ്പ കോളേജിൽ വന്നിരുന്നാ? അറിയും. കുസുമൻ ടീച്ചർ എന്തായാലും പ്രിൻസിപ്പൽ പറയും. പ്രിൻസിപ്പൽ വാപ്പയും വിളിച്ച് പറയും. ടീച്ചർ പറയൂലെന്ന് മാത്രമല്ല, ഇനി സാറ് ക്ലാസ്സിൽ കിടന്ന് ഡാൻസ് ചെയ്തിരുന്നാലും ടീച്ചർ മിണ്ടാതിരിക്കും. അതിനുള്ള പണിയുണ്ട്. അയ്യോ പ്ലീസ്, നിങ്ങൾ ഉടക്കാനൊന്നും പോവല്ലേ. ഉടക്കാനാ? ഞങ്ങളാ ഉടക്കിയാ പണി കൊടുക്കും ഞങ്ങൾ. എന്റെ സൈറ, ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിന്റെയും പൾസ് ഞങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കുസുമൻ ടീച്ചറുടെ. അതുകൊണ്ട് സൈറ ധൈര്യമായിട്ട് പോകും. ഈ കേസ് എങ്ങനെ ഡീൽ ചെയ്യണോ നമുക്കറിയാം. എന്തായാലും വാപ്പ അറിയരുത്. അറിഞ്ഞ എന്നെ വെട്ടി ഞുറുക്കും. ഒന്ന് ചിരിച്ചോണ്ട് പോവണ്ണേ. എന്തൊരു കഷ്ടം. ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കണോളിയാ. ഇതൊക്കെ വല്ല ഗുണമുള്ള കേസേന്? ഗുണമുള്ള കേസാണോ അല്ലേ എന്നുള്ളത്. ഗുണമില്ലാത്ത കേസ് നമ്മൾ ഗുണമുള്ള കേസാക്കി മാറ്റിയിട്ടില്ലേ? അല്ലേ? അതാണ് ബാക്ക് ബെഞ്ചേഴ്സ്. അതാണ് ബാക്ക് ബെഞ്ചേഴ്സ്. അങ്ങനെ പറയണം. ടീച്ചറെ, ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വെക്കോ, ആകെ പ്രശ്നമാണ്. എന്താ കാര്യം? ടീച്ചർ ആ സൈറ എന്ന് പറഞ്ഞ കുട്ടിനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചെന്ന് കേട്ടു. ആക്ഷേപിക്കല്ല. ഇനി മേലെ ആ കൊച്ചിനെ എന്റെ ക്ലാസ്സിൽ പോലും ഞാൻ കേട്ടത്തില്ല. ക്ലാസ്സിൽ കേട്ടില്ലെന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ആകെ പ്രശ്നമായി. ആ കൊച്ചിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിന്റെ വീട്ടുകാർ വനിതാ കമ്മീഷനില്ല, വിദ്യാഭ്യാസ ഡയറക്ടറില്ല, ഇവിടെയൊക്കെ പരാതി കൊടുക്കാൻ പോയി. പരാതി കൊടുത്ത് അതെന്തിനെങ്കിലുമൊക്കെ പിൻവലിക്കുക. ഇത് ആ കൊച്ചിന്റെ ബാപ്പ അറിഞ്ഞോണ്ടല്ലോ. അയാൾ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അയാൾ ടിവിക്കാരറിയും, ചാനലുകാരറിയും, ഭയങ്കര പ്രശ്നവും. ഒന്നാമത് ടീച്ചറിന്റെ പ്രൊബേഷൻ പീരീഡിന്റെ സമയമാണ്. സർവീസിനെ ബാധിക്കുന്ന കാര്യം ടീച്ചർ. അതൊക്കെ ടീച്ചർക്ക് അറിയാലോ. അയ്യോ, ഞാൻ മനഃപൂർവ്വം ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞതല്ല. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു ക്ലാസ് ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചിരിയും ബഹളം വെക്കലും പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാ. ടീച്ചർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ കൊച്ചിന്റെ ബാപ്പയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. അയാൾ പള്ളിക്കൂടത്തിന്റെ വരാൻ തോന്നുന്നു കയറാത്ത ആളാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്തോ ചെയ്യാൻ വേണ്ടിട്ട് നേർച്ചയൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത കുട്ടിയാണ്. അതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഞങ്ങൾക്ക് പറഞ്ഞൂടായിരുന്നല്ല. ഞാൻ പോയി മാപ്പ് പറഞ്ഞാലോ? മാപ്പ് പറയാനാ? ടീച്ചറാ കുട്ടീൻ്റെ അടുത്താ? അത് പിന്നെ താണ്ട ഈ ക്ലാസ്സിൽ മുഴുവൻ അറിയും, കോളേജിൽ അറിയും, നാട്ടുകാരറിയും, ആകെ നാണക്കേടാവും. അവസാനം ടീച്ചർ രാജി വെച്ച് ഇവിടുന്ന് ഒളിച്ചോടി പോകാൻ വേണ്ടി വരും. മാത്രമല്ല ടീച്ചർക്ക് ഒരു വിലയുണ്ടാവല്ലോ. പിന്നെ എവിടെ എന്ത് ചെയ്യും? വേണം ഞങ്ങൾ പോയ കൊച്ചിന്റെ ബാപ്പന്റെ അടുത്തൊന്ന് സംസാരിക്കാം. സംസാരിച്ചിട്ട് കാര്യം ഉണ്ടാവുമോന്ന് അറിയില്ല. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷെ എങ്ങനെ പോവും? അതാണ് അത്രയും ദൂരം പോണ്ടത്. ഞാൻ ബൈക്ക് എടുത്തോണ്ട് വരാം. 3 പേര് പോവും. 3 പേര് ഞാൻ ആ പെറ്റി അടിച്ച് കേസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടി. പ്രശ്നം ബസ്സിന് പോകാൻ. അവർക്ക് ഒരു കാര്യം, രവീണ ബസ്സിൽ പോകാം, ഞങ്ങൾ ബൈക്കിൽ പോവാം. അല്ല, നടന്നു പോയിട്ടാണെങ്കിൽ ടീച്ചറെ കാര്യം. അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ 3 പേര് മാത്രം പോയിട്ട് വന്നാലും പോരല്ലോ. വാപ്പയെ കൊണ്ടുവരില്ല. ആരൊക്കെ വരണമെന്ന് പറയാൻ പറ്റുമോ? ബസ്സിനും ബൈക്കിനൊന്നും നിങ്ങൾ പോവണ്ട. ഒരു ടാക്സി പിടിച്ച് പോയിക്കോ. നിക്ക് ഒരു മിനിറ്റ്. ടാക്സിന്റെ പൈസ എടുക്കാം. ടാക്സി പിടിച്ച് പോയിട്ട് പെട്ടെന്ന് വരണേ. അത് സാരമില്ല, നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടീച്ചറെ, പ്രിൻസിപ്പാൾ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കാൻ നിൽക്കരുത്. പ്രിൻസിപ്പൾ പറഞ്ഞു. പിന്നെ അറിയാതെ പ്രിൻസിപ്പൾ ഒന്ന് ചൂടാവും. ന്യായീകരിക്കാൻ നിൽക്കണ്ട, ചുമ്മാ നിന്നാ മതി കേട്ടോ. പോയില്ലേ കുഴപ്പമാവോ? പിന്നെ തലവേദന വല്ല ജലദോഷം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ മതി. പ്രിൻസിപ്പൾ വിളിച്ചാലും പറഞ്ഞാൽ മതി. മൂക്ക് ചീറ്റ, ജലദോഷം, തലവേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ടീച്ചർ പേടിക്കണ്ട, നമ്മളുണ്ട് കേട്ടോ. ശരി.
എന്നാ ശരി എന്നല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വന്ന് പ്ലാൻ ചെയ്തത് ആരും അറിയണ്ട. ശരി. ടീച്ചർ പുതിയ ആളായത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. പെട്ടെന്ന് പോയിട്ട് വാ. നീ നമ്മളെ കൂടെ നടക്കണമെങ്കിൽ നമ്മളെ കൂടെ നടക്കണം. പിന്നെ അങ്ങും പോയിരിക്കില്ല. നീ നമ്മുടെ ഇവിടെ നടക്കണ്ട, അവരെവിടെ നടക്കണ്ട. നീ ക്ലാസ്സിൽ പോയിരുന്ന് പടി. നിനക്ക് എത്ര വയസ്സാണെന്ന് വിചാരം? നിനക്ക് എത്ര വയസ്സാണെന്ന് വിചാരം? അണ്ണൻ കാട്ടി പ്രായമുണ്ടോ നിനക്ക്? രവി അണ്ണ നമസ്കാരം. തേടിയ പള്ളി കാലിച്ചുറ്റെന്ന് പറഞ്ഞു കേട്ടിട്ടു. ഏത് പള്ളിയുടെ കാര്യം സാർ പറയുന്നത്? പള്ളിയുടെ കാര്യമല്ല, പക്ഷിമൃഗാദികൾക്ക് പോലും ശത്രുക്കളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കും അത് വേണം. ഇത് പറയാനാണോ വള്ളി കാലി ചുറ്റി കാര്യം പറഞ്ഞത്? അപ്പം നിങ്ങൾ എന്തിനാ പുതിയ ടീച്ചറോട് എന്തൊക്കെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ? ഏത്? നമ്മുടെ പുതിയ ടീച്ചറെ. അതാ അത് പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ഡെസ്കും ബെഞ്ചും ടീച്ചറെ ക്ലാസ്സിലെ സെമിനാർ നടത്തി ടീച്ചറെ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ടീച്ചറെ ക്ലാസ്സിൽ ഡെസ്കും ബെഞ്ചും തിരിച്ചു കൊണ്ടിട്ടില്ലല്ലോ. അത് പറഞ്ഞു അക്കാര്യം വരും. അവൻ എൻ്റെ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. എന്താ സാറേ? ഞാനൊരു പുതിയ പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ ഒറ്റ കോളേജുകാരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു സൂപ്പർ പരിപാടി ഞാൻ ഈ കോളേജിൽ ആസൂത്രണം ചെയ്യും. അത് സാറേ ഇന്ന് ചെയ്യാൻ വേണം. സാർ എന്നൊരു സൂചന പറഞ്ഞ സാർ എന്താണെന്ന്. അല്ല, ഞാൻ അതിനു മുമ്പ് അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്യട്ടെ. ആരുമായിട്ട്? ആ ടീച്ചറുമായിട്ട്. ഏത് ടീച്ചറായിട്ട്? പുതിയ വന്ന ടീച്ചറല്ലേ, കുസുമ ടീച്ചർ. സാറേ ഇത് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഈ സാറിന്റെ കാര്യം എന്താ പ്രശ്നം? സാറിപ്പോ ടീച്ചറിനെ കാണാൻ പോണ്ട. നിങ്ങളെ കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം എനിക്കൊന്നും അറിയണ്ട. ഞങ്ങളെ കുറിച്ച് സാറിന് ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചാൽ അഭിപ്രായം അറിയാൻ പറ്റുള്ളൂ. അഭിപ്രായമൊക്കെ ഉണ്ട്, പറ കാര്യം എന്താണെന്ന് പറ. ബാഹുലേ സാറിന്റെ ഗ്രൂപ്പിലാണ് ഇപ്പൊ ടീച്ചർ. അതിന് തെളിവുണ്ട്. തെളിവൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് തരും. അപ്പൊ എന്നാ പോകുന്നില്ല? ടീച്ചർ എടുക്കൊണ്ട് ഞാൻ പോകണ്ട. സാറ് പോണ്ട. ശരി, പോകുന്നില്ല. ടീച്ചർ പ്രൊഫഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ. എന്ത് തെളിവിടെ? നിങ്ങൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ? കാര്യം പറഞ്ഞാൽ മനസ്സിലായി. നമ്മളിപ്പോ ടീച്ചറിനെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? സൈറയുടെ കാര്യം നമ്മൾ സംസാരിച്ചായിരുന്നു. ആ സാർ അറിഞ്ഞ പ്രശ്നമല്ലേ? അങ്ങനെ മനസ്സിലായില്ലേ? പോടെ പോ. നിങ്ങളില്ലേ? നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞില്ലടാ അവന്മാരോട് അടക്കല്ലെന്ന്. ഞാനിവിടെ